അപ്പോ എല്ലാവർക്കും നമ്മളുടെ പുതിയ തേർഡ് വ്ലോഗ്, സെക്കൻഡ് വ്ലോഗിന് നല്ല അഭിപ്രായം കിട്ടിയിട്ട് എല്ലാരും പറയുന്നത് നല്ല എന്റർടൈൻമെന്റ് ആയി, എല്ലാവരും കണ്ട് ഒരു മൂന്നാമത്തെ വ്ലോഗാണിത്. ആദ്യം പറയാനുള്ളത് ഇത് കാണുന്ന വ്ലോഗേഴ്സ് ഒക്കെ സോറി വ്യൂവേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, മുമ്പിട്ട വ്ലോഗ്സ് കാണാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിതിന്റെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് സെക്കൻഡ് പാർട്ടാണ് നമ്മുടെ ബാസ് മാണോലി നമുക്ക് കേരളത്തിലുടനീളം അറിയപ്പെട്ട ബാക്കിയുള്ള വിശ്വസിച്ച ഓരോന്നോരോന്ന് ബസ്സിലൊക്കെ നമ്മള് ലക്ഷ്മി താത്ത വന്നിട്ടുവാണോ, ലക്ഷ്മി താത്തന്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ലക്ഷ്മി താത്ത വരുന്നവരെ ബൈ ബൈ. ഇപ്പൊ നമ്മളിപ്പോ കണ്ടനകത്തി മാണൂര് പറയുമോ, മാണൂര് മാണൂരല്ല, സൗത്ത് മാണൂർ റോഡാട്ടോ. കണ്ടനകത്തെ മെയിൻ ഒരു അതിഥിയാണ് ഇനി ബാസിത്ത് കണ്ടനകം എന്ന് പറയാം. മാണൂരിൽ നിന്നുള്ള മാറ്റം ഈ മെയിനൂരിൽ നിന്നാക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല, ചേരും. ഇനി മാണൂര് ശരിക്കും നമ്മൾ കണ്ടനകം ആക്കണം. ഇതാണ് കണ്ടനകത്തേക്ക് പോകുന്ന ഒരു വഴി. ഒരു കണ്ടാണ് നമ്മളിനി ഒരു എത്ര മീറ്റർ ഉണ്ടാവും, ഒരു 10 മീറ്റർ ഇടം നമുക്ക് മാണൂരിന്റെ വീട്. ലൈറ്റിന്റെ അവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങിയാലേ നമുക്ക് മുന്നിൽ തൊപ്പിയിട് നമുക്ക് മാണൂരിന്റെ വീട് എന്ത് ചെയ്യാം, ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഞാൻ മുന്നിൽ നിൽക്കണം, ഞാൻ ഇങ്ങനെ നടക്കണം മുന്നിൽ. ഹനാൻസിയ ഞാൻ ശരിക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല? ഞാൻ അതിലെ പറഞ്ഞ ബാസ്മാണിക്ക് തരുന്ന മുന്നിലെ സ്ട്രീറ്റ് ലൈറ്റ് സർക്കാർ. ഇതാണ് മാണൂരിന്റെ വീട്ടിലേക്ക് എൻട്രൻസ്. ശരിക്കും പറഞ്ഞാൽ വേറെ സംഭവം ഉണ്ടായി. എല്ലാവരും നേരത്തെ ബൈക്കിലും ബസ്സിലൊക്കെ എടുത്ത് നമ്മള് ഇപ്പൊ ലേറ്റായി. തങ്ങള് അസ്സലാമു അലൈക്കും. ഇതാണ് ബാസ് മാണൂർ. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് എന്താണ് വെള്ളം, സ്പെഷ്യൽ പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ. റഷീദ് വെട്ടിപ്പിടി ഫ്രെയിം എടുത്തു. അത് ഫുഡാ, അത് ഫുഡ് കഴിക്കാം. നമ്മളെ ലീഡർ ഈസി ഇപ്പോഴാണ് വരുന്നത്. വളരെ നേരത്തെ ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് നേരം വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാണ് ഗൈസ്. ഷാമിലെ ഫുഡ് ഒരു പീസ് എങ്ങനെയുണ്ട്? നല്ല കപ്സ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവരൊക്കെ ഉണ്ട്, ഫൗണ്ടേഷൻ ആദിത്യവാദം ഇവരൊക്കെ. പ്രവാസം എങ്ങനെയുണ്ട് ചോറ്? ഇവര് പുറത്തുനിന്നുള്ള ആൾക്കാരാണ്, എറണാകുളം ഇടുക്കിയുള്ള ആൾക്കാരാണ്. മൊത്തം എല്ലാവർക്കും എൻ്റെ വീട്ടിലാണുള്ളത്. തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഫുഡ് അടി തുടങ്ങി, കാര്യമായിട്ടുള്ള ഫുഡ് അടിയാണ്. ഭക്ഷണത്തിന് മുമ്പ് സ്വല്പം സംസാരം. ഇവിടെ ഒരു വട്ടമേശ കൂടിയിട്ടുണ്ട്. നമുക്ക് ഒട്ടും തിരക്കില്ലാത്തതുകൊണ്ട് നമ്മളെ കൂട്ടത്തില് വെറുതില്ലാത്ത ആൾക്കാരൊക്കെ നമുക്കെടുത്ത് തിരിയുണ്ട്, എല്ലായിടത്തും എത്തും. അപ്പോ അല്ലേ, ഞങ്ങൾക്ക് എന്താ പറയാലോ ഇന്നത്തെ പരിപാടിനെ പറ്റിട്ട്? നാട്ടിലങ്ങാടി കാതെ പറഞ്ഞൂടെ ഞാൻ ഓരോ കുറച്ച് നെസ് കാണുമ്പോ അങ്ങോട്ടൊക്കെ പേടി. ഓട്ടോറ് തന്നെ കാര്യത്തിലേ ഭയങ്കര
നമ്മള് മെയിൻ വ്ളോഗിൽ നിസ്കരിക്കാൻ പോയതായിരുന്നു. അതാണ് നമ്മള് ഫസ്റ്റ് കുറച്ച് ഡിലേ ആയത്. ഇപ്പൊ ഇനി മുതൽ നമ്മള് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. നമ്മള് ക്യാമറ കൈമാറാണ്. ഇനി അടുത്തൊരു വീഡിയോയില് അഭിപ്രായം പറ. അല്ല അല്ല എന്റെ ചോദ്യം അതല്ല. ശരിക്കും പറഞ്ഞാല് അതല്ല ഇത് അങ്ങല്ല ഈ സ്ഥലത്തിന്റെ പേരെന്താ? പിന്നെ എന്തിനാ മാണൂർന്ന് പറയുന്നത്? മാണൂരിനല്ല ഇപ്പൊ പറയുന്നത്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ബാസ്റ്റ് കണ്ടനങ്ങാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മള് എന്റെ വീട്ടിൽ വന്നപ്പോ നമ്മള് കണ്ടനകം എന്നുള്ള കറക്റ്റ് സ്ഥലമായിരുന്നു. അന്ന് ഞാൻ കുറെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ സ്ഥലപ്പേര് പൊളിഞ്ഞി മാണൂർ എന്നുള്ള പേര് നമ്മള് ഐഡന്റിറ്റി നമ്മള് കീറി മാണൂർ കണ്ടനകന്ന് പറയാൻ വേണ്ടി ഒരു മടി. അതുകൊണ്ടാണ് അവന് ഇൻസ്റ്റയായിട്ട് നോക്കിയാലും എല്ലാത്തിനും മാണൂരിന്ന് കൂട്ടിടും. മാണൂരിന്ന് വിളിക്കാണ്ടിരിക്കും. മാണൂരല്ല കയ്യൂല ഇരുത്ത് നോക്കിയ ഏതാ സൈഡ് സ്റ്റാൻഡ് ഇട്ടാണ് ഇരുത്തുന്നത്. കുറച്ച് ഞാൻ ഇരുത്താൻ ഡബിൾ സ്റ്റാൻഡ് ഇട്ടിട്ട്. സൽമാനെ ഹായ് പറയും. നാസി മൈൻഡെയ്യുന്നില്ല. ഇന്ന് മാണൂല്ലോ ഹോം ടൂർ ആരല്ല നമ്മളാ സാർ ഹോം ടൂറിൽ ഇത് നിർബന്ധിച്ചാൽ കണ്ടല്ല ഹോം ടൂറിന് കേറി ഉളുപ്പില്ലല്ലോ. അന്റെ വീട് ബസ്സുകാർ വന്ന് കണ്ടനകം മറ്റേ കണ്ടനകം മാണൂര് പറഞ്ഞിട്ട് അവിടെ ഇറക്കി തന്നത്. കണ്ടനകം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറക്കി തന്നത്. എല്ലാരും എണീച്ച് പിന്നെ സമയം ഇത്രയും ഓലെ കൊണ്ട് എന്തായാലും മാറ്റാൻ പറ്റൂല. കണ്ടറിഞ്ഞ് സഹകരിക്കണം. അന്നൊന്ന് അവിടുന്ന് എന്തെങ്കിലും പറഞ്ഞാലും എന്തെങ്കിലും ഉരവിട്ടാലും ഫുഡ് എങ്ങനെയുണ്ട്? എന്ത് സൗണ്ട് മജ്ബൂസാ തോന്നുന്നു. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. മജ്ബൂസ് അല്ല കബ്സ. ഫുഡ് രസമുണ്ടോ? മുറിച്ചാറ ഫുഡ് എന്താ ഫുഡ് എന്താണ്? കബ്സയാണ്. ഇന്ന് ഫുഡ് പോലും അറിയാം. ഞങ്ങൾ ഫുഡിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരോട് ചോദിക്കും. ഫുഡ് നല്ല കബ്സ. മുഖം നിർത്താൻ ഫുഡ് കഴിച്ചില്ലേ? ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം. ദോശ വെച്ചോ അവസാനം. നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് എങ്ങനെയുണ്ട്? ഷാറു ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി മയോണൈസാണ് കഴിച്ചാൽ അടിച്ചാണ്ടല്ലോ. മങ്കു ഹബീബിന്റെ വകയായി. ഫുഡ് എങ്ങനെയുണ്ട്? വീട്ടില് ഫുഡ് ആദ്യമായിട്ട് ഇൻവെർട്ടർ മജ്ബൂസ് ആദ്യമായിട്ട് കഴിക്കാണ് ഞെക്കാം. കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചില്ലേ? ഫുഡ് എങ്ങനെയുണ്ട്? എന്നിട്ട് ആദിലിന്റെ ആദില് പറയുന്ന പോലെ തന്നെ മറ്റേ ദോശയും കൊള്ളാം, കറിയും വെച്ചോ.
അതുപോലെ ഇതാണ് മാണൂരിന്റെ ജൂനിയർ മാണൂർ. പേരെന്താ പേരെന്താ എവിടെ പഠിക്കണേ? എത്രയില്ല? 3-ല്. ഓ അല്ല മാണൂരെ കുറിച്ച് ഇല്ല. എന്റെ കേസ് എന്താ പറയാനുള്ളത്? ചപ്പിളി സൈഡില് ഈ സൈഡില് ജോറ്. ഇത് ലേറ്റ് ആ വ്ളോഗാണ്. സുനിയുടെ പുറപ്പാട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പണ്ട് അന്നിന്റെ ഞാൻ കാര്യം കടന്നേ കാണാൻ നിൽക്കുക. തിരക്കാണ് ചിലപ്പോ. ഭയങ്കര തിരക്ക്. തിരക്കാണ്. പറയാൻ പറഞ്ഞു ചിന്തയല്ലേ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂനി കഴിഞ്ഞ പരിപാടി മതി. ഇജ്ജ് കിടന്നു പറയും. അതിന്റെ പോയിക്കണി ഇരുന്നിട്ടില്ല. ഫുഡ് കഴിച്ചില്ല. നമ്മള് പോയിക്കണി. ശരി 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 ശരി. ഇവിടെ 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 കടന്നു. എന്തേ എന്തേ പറയൂ. എന്താ പറ? ഫുഡ് എങ്ങനെയുണ്ട്? കുറച്ച് കഴിച്ചുള്ളെങ്കിലും അടിപൊളി. രണ്ട് അൽഫാമും അൽഫാം പീസും കുറച്ചധികം ലേശം ഒരു ചെറിയ ബോള് ഫുള്ള് മയോണൈസ് ഹറാത്തായി. ഇനി ഐസ്ക്രീം ഉണ്ട്. ക്രീം വണ്ടിയിലോട്ട് വെച്ചോളൂ. തങ്ങന്മാർക്ക് പറയുന്ന മതി. അതെ ചാർജ് പറയാ ഫോണ്. മൗലൂദ് കാശ്മീർ കാലിയാണ്. ഇപ്പൊ കൊളംബോ കാലിയാണ്. ഫുള്ള് 4 ആൾക്ക് തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ 3 ആളുള്ള ഉത്തരവാദില്ല. ഇതുണ്ടാറാ മൗലൂദുണ്ടാറാ. അല്ല മൗലൂദല്ലൊക്കെ പോകുന്നുണ്ട്. ഓൽക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടത്. ആർക്ക്? മറ്റേ ഇടുക്കി. എനിക്ക് വരണ്ടല്ലേ. നാളെ വരട്ടെ സ്റ്റേഷനിലേക്ക്. നിങ്ങളെങ്ങനെ പോകുന്നത്? എന്താണ് എല്ലും കൊട്ടല്ലേ വല്യ. അപ്പൊ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ഇജന്തീ പറയേ നമുക്ക് നല്ല അൽഫാം കിട്ടി. നല്ല മന്തിയും നല്ല മന്തി അൽഫാം. പാവം ബാസ് 40 ആൾക്കുള്ള ഫുഡ് ബാസ് തരുന്നുണ്ട്. ഒരു 20 ആൾ പോലെ ഫുഡ് കയറുന്നത്. ഒരു 2 വട്ടം പോയിട്ട് അൽഫാമും മന്തിയൊക്കെ കൊടുക്കുന്നത്. അതല്ല ഇപ്പൊ നമ്മളിന്ന് ഫുഡ് ഫുഡ് അടിപൊളിയാണ്. സെലിബ്രിറ്റി പോവാ. അമ്മാവൻ 90s അമ്മാവൻ. എവിടെ എവിടെ ونادى مناد في السماء والأرض ألا إن النور المدفون من بحير البشر في بطن آدم
തങ്ങളുടെ ഭാഷ തങ്ങളുണ്ടാകും ഇനി തങ്ങൾക്ക് തങ്ങൾക്ക് ഭാഷ എടുത്തു വന്നിട്ട് ഷുഗർ ഫ്രീ ഉണ്ടോ? ഇതെന്താണ് ഷുഗർലെസ്സാ? ഷുഗർലെസ്സാ? ഷുഗറാ ഷുഗർലെസ് ഷുഗർലെസ്സാ? ഷുഗർലെസ് ആ ഷുഗർലെസ്. ഇത് അതല്ലേ പൊട്ട ഷൊയ്ബൈക്ക മദർ കമ്മി ഉണ്ടോ? ഷൊയ്ബൈക്ക മദർ കമ്മി ഉണ്ടോ? ഒന്നല്ലേ ഒരാൾക്ക് പറച്ചു പറ അല്ല അഭിപ്രായം പറ. വളരെ നല്ലൊരു ടൂറായിരുന്നു. ഫുഡൊക്കെ വളരെ ഉഷാറായിരുന്നു. നല്ലൊരു ഇതാണ്. പായസം കുടിച്ച് പറ അഭിപ്രായം പറ. പായസം സൂപ്പർ. ഫോണിൽ കളിച്ച ഞാന് വള കുളമ്പ് കാവലിയാണ്. ഹോം ടൂർ മുതലായത് പാരിസ് നല്ല വിക്കറ്റ്. ഇതെന്ത് പറഞ്ഞു അതാണല്ലേ ഫോക്കസ് ആയില്ല ഭാഗ്യത്തിന്. അവന് കുഞ്ഞാമനാണെന്ന് പറഞ്ഞു. സെലിബ്രേഷൻ സബ്സ്ക്രൈബ് ചെയ്താ ചാനലിൽ പെട്ടെന്ന് ചെയ്യാന്നാലേ മുഷാവറിലുണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്തോ ചാനലിൽ? രണ്ട് അക്കൗണ്ടിൽ നിന്ന് 2 വട്ടം സബ്സ്ക്രൈബ് ചെയ്തു. സബ്സ്ക്രൈബ് 2 വട്ടം പിന്നെ അതാണ് ആരൊക്കെ പോട്ടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്താ ചെയ്താ നീ ചെയ്യുന്നാലേ സപ്പോർട്ട് കൊടുങ്ങല്ലൂർ ടീം ചാനല് സബ്സ്ക്രൈബ് ചെയ്താ. ഔട്ട്ലോസ് 2 ഉണ്ടാവും ഉഷാറായി. ഓ ഇതാണ് മെയിൻ. ഇതെന്താണ് വ്യൂ പോയിന്റാ? മാറി നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താ ചാനലിൽ? സബ്സ്ക്രൈബ് ചെയ്താ ചാനൽ? നമ്മളെ പെട്ടെന്ന് ചെയ്യാന്നാല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താ ലൈക്ക് കിട്ടണോ? ഓ മതി. പിന്നെ ചാനൽ ചെയ്താ സബ്സ്ക്രൈബ് ചെയ്താ? ഞാൻ കണ്ടു, പക്ഷെ നെറ്റിന്ന് കഴിഞ്ഞതാണ്. എല്ലിന്റെ ഫുള്ള് ചെയ്യണോ? റാഫിന്റെ ഇക്കാക്ക് വിളിച്ച് ഭയങ്കര ചൂടായി രാത്രി. ലക്ഷ്മിയുടെ എവിടെ പോയിനി എന്താ അങ്ങനെ ഫുള്ള് റീസ്. ഈ ബ്ലോഗിന്റെ അവസാനല്ലേ ഇനിയുണ്ട് കോഴിക്കോടത്തേക്ക് നമുക്കിടാ. കൊറേ വ്ലോഗ് ഷോർട്ടാക്കണം. ഇത് ട്രാഫിക് സർപ്രൈസ് ആയിട്ട് IQ 10 സമയം കാണിക്കും. 10:10 സർപ്രൈസ് സന്തോഷം ഇങ്ങനെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. വേണ്ടിയില്ലായിരുന്നു വേണ്ടിയില്ലായിരുന്നു. കളറ് കളറ് അതായത് എന്തൊന്നും ആക്കുന്നേ. സിമ്മിട് ട്രിക്ക് കണ്ണുകാക്കിയ അതൊന്നുമില്ല. പൊറോട്ട തിന്നാനെടുത്തുനിന്ന് എണീച്ച് പോയിട്ടാണ്. വേറൊരു കാര്യം പ്രത്യേകം പറയേണ്ടത്,
നമ്മൾ ഇത്ര സമയം ഇത്ര പത്ത് കാണിച്ച് പത്ത് മുക്കാൽ. ഈ സമയമായിട്ടും നമുക്ക് ഇത്രയും മനോഹരമായ സൽക്കാരം ബാസിന്റെ കുടുംബത്തിനും അള്ളാഹു സ്വർഗ്ഗം നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സമയമായിട്ട് പോലും ഇല്ലേ ഒരു തലവേദന. നല്ല പൊറോട്ട, ചിക്കൻ കറി. അപ്പോൾ ഗായ്സ് നമ്മൾ ബാസിത്ത് നമുക്ക് ഇതുവരെ തന്ന എല്ലാ സൽക്കാരത്തിനും അള്ളാഹു നല്ലൊരു സാലിഹത്തായ പെണ്ണിനെ എല്ലാത്തിനും കൊടുക്കാനുള്ള കുറെ സാലിഹത്തെ മക്കളെയും അള്ളാഹു നൽകട്ടെ. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഒരുക്കി തന്ന അവൻ്റെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും അള്ളാഹു നാളെ സ്വർഗത്തിൽ ഇതുപോലൊരു നമ്മള് നേരത്തെ ഹോം ടൂർ കഴിഞ്ഞാലും പോയിട്ടുണ്ട്. നമ്മളിത് 1 2 3 വിശാലമായ റിസ്ക് നൽകി അനുഗ്രഹിക്കട്ടെ. 4 പിന്നെ ബാസത്ത് കുട്ടിയുടെ എല്ലാം ഉണ്ടായിരിക്കും കുറച്ച് മാറ്റി കൊടുക്കാൻ എടുത്തത്. ഇൻഷാല്ലാ നമ്മൾ കോഴിക്കോട് പോകുന്നുണ്ട്. ഇപ്പം നേരെ ഇപ്പം 11 മണി നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നത്. അപ്പോൾ ടൈം ലെങ്ത് നോക്കും. വ്ളോഗിന്റെ ലെങ്ത് 15 മിനിറ്റിൽ കൂടുന്നില്ലെങ്കിൽ ഒറ്റ വ്ളോഗാക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കോഴിക്കോട് പോകുന്നത് വേറെ വ്ളോഗാക്കും. ഇൻഷാല്ലാ ഇനിയല്ല നമ്മൾ തിരിയുന്നതും മറിയുന്നതൊക്കെ നമുക്കൊരു ബ്ലോഗ് ആക്കണം അല്ലേ? ഇൻഷാല്ലാ ഒന്നിക്കലും എന്ത് ചെയ്യും, ഈ വ്ളോഗ് അവസാനിക്കും. അല്ലെങ്കിൽ ഒരു പാർട്ട് 2 ചെയ്യാൻ പ്രതീക്ഷിക്കാം. എന്നാ ഓക്കെ ബൈ എന്ന് പറഞ്ഞു. ബൈ ബൈ. നമ്മളെ കുറ്റിപ്പുറം സ്റ്റേഷനിലെത്തി. ഇതാണ് കുറ്റിപ്പുറം സ്റ്റേഷൻ. നമ്മൾ വെയിറ്റിംഗ് ആണ് നമ്മളെ സെലിബ്രിറ്റീനെ. ആരാണ്? അതാ നോക്കൂ, നോക്കൂ. ടിക്കറ്റ് എടുക്കാം. ഇത് ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. എവിടേക്കാ ടിക്കറ്റ് വേണ്ടേ? ടിക്കറ്റ് എടുക്കാതെ ടിക്കറ്റ് എടുത്തിട്ടല്ലേ പോലെ